ഒരു ടോപ്പ് 10-ലോ അങ്ങനെ ഒരു ലെവലിൽ എത്താൻ പറ്റും. അങ്ങനെയുള്ള അതുകൊണ്ടായി റാങ്കിങ് മെത്തേഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് എൻട്രിയുടെ. എല്ലാത്തിനും ഉപകാരപ്രദമാകുന്ന വിധം ഉള്ളൊരു പഠന രീതിയാണ് ഞാൻ ചെയ്തത്. വീഡിയോ കാണുക, അപ്പോൾ അതൊരു ടൈം ടേബിൾ പോലെ ഉണ്ടായിരുന്നു. അതായത് ഇത്ര വീഡിയോ അല്ലെങ്കിൽ ഇത്ര റെയിൽവേയിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു, പക്ഷേ അത് മെക്കാനിക്കൽ ഫീൽഡിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാറി ഇലക്ട്രിക്കൽ ഫീൽഡിലേക്ക് വരണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട എക്സാംസ് പ്രിപ്പയർ ചെയ്തത്. എൻ്റെ പേര് അഖിൽ ജെ. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലാണ് എൻ്റെ സ്വദേശം. ഇക്കഴിഞ്ഞ കേരള PSCയുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എക്സാമിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് ലഭിച്ചിരുന്നു. ഞാൻ പഠിച്ചത് 10ാം ക്ലാസ് വരെ ആറ്റിങ്ങൽ അവനവഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. അതിനുശേഷം +1 +2 ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. തുടർന്ന് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് നിന്ന് BTech-ഉം M.Tech-ഉം പൂർത്തിയാക്കി. അതിനുശേഷം ഞാൻ ആദ്യമായി എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസിൽ ഒരു 3 വർഷം വർക്ക് ചെയ്തു. തുടർന്ന് ജൂനിയർ എഞ്ചിനീയറായിട്ട് ഇന്ത്യൻ റെയിൽവേയിലുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് 1 ഇയറായി ഞാൻ PWD ഇലക്ട്രിക്കൽ വിങ്ങിൽ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഓഫീസിൽ ഓവർസിയറായി ജോലി നോക്കുകയാണ്. ഞാൻ ഓരോ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും ഒരു വർക്കിലായിരിക്കും, ഏതെങ്കിലും ഒരു ജോലിയിലുണ്ടായിരുന്ന സമയത്താണ് ഞാൻ മറ്റ് എക്സാമുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അത് എയർ ഇന്ത്യ കിട്ടിയത് ഗേറ്റ് വഴിയാണ്, ഗേറ്റിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ്. അതിനുശേഷം ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമെല്ലാം ഞാനൊരു ജോലിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഠനം കുറച്ച് ബുദ്ധിമുട്ടേറിയതായിരുന്നു. കാരണം വർക്ക് കഴിഞ്ഞ് വന്ന് രാത്രിയിൽ മാത്രമേ പഠിക്കാനുള്ള ടൈം കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് നോക്കിയോ അല്ലെങ്കിൽ ഒരു ബുക്ക് നോക്കി പഠിക്കുകയാണെങ്കിൽ ടൈം ഒരുപാട് എടുക്കും. അപ്പോൾ ഞാൻ സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യുക. അപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരാൾ പഠിപ്പിക്കുന്നത് കേട്ട് മനസ്സിലാക്കി പഠിക്കുക കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഞാൻ ഒരു എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെയല്ല പഠിച്ചത്. ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രി ലെവലിലുള്ള എല്ലാ എക്സാമുകൾക്കും ഏകദേശം സിലബസ് ഒന്നായിരിക്കുമല്ലോ. അപ്പം അതിന് എല്ലാത്തിനും ഉപകാരപ്രദമാകുന്ന വിധം ഉള്ളൊരു പഠന രീതിയാണ് ഞാൻ ചെയ്തത്. വീഡിയോ കാണുക, അപ്പോൾ അതൊരു ടൈം ടേബിൾ പോലെ ഉണ്ടായിരുന്നു. അതായത് ഇത്ര വീഡിയോ അല്ലെങ്കിൽ ഇത്ര ചാപ്റ്റർ ഞാൻ ഇന്ന സമയത്തിനുള്ളിൽ തീർക്കും, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അത് വീഡിയോ കണ്ട ശേഷം ഞാൻ നോട്ടുകൾ എഴുതും, സ്വയം നോട്ടുകൾ എഴുതി തയ്യാറാക്കി വയ്ക്കും. അപ്പോൾ അത് നോട്ട് എഴുതുമെന്ന് പറഞ്ഞാൽ ബുക്കിലോ മറ്റോ എഴുതിയാൽ നമുക്കത് വെയിറ്റ് ആയിരിക്കും. എനിക്കിപ്പോൾ ഓഫീസിലോ എവിടെയെങ്കിലും പോകുന്ന ടൈമിൽ എനിക്കൊന്ന് റെഫർ ചെയ്യണമെന്ന് വെച്ചാൽ പ്രയാസമായിരിക്കും. അത് ഞാൻ ചെയ്തത് പേപ്പറിൽ നോട്ട് എഴുതി സൂക്ഷിക്കുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം ഡൗട്ട് വരുന്ന സമയത്ത് ഓരോ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ എക്സാമുകൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കും. അപ്പം ക്വസ്റ്റ്യൻസ് ചിലത് ടഫായിരിക്കും, ടഫായ ക്വസ്റ്റ്യൻസും എഴുതി വയ്ക്കും. അതുപോലെ നോട്ടിൽ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ്, ഫോമുല അവയെല്ലാം ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കും. പിന്നെ ഡൗട്ടുള്ള ടൈമിൽ എടുത്ത് നോക്കാൻ വേണ്ടി ആ പേപ്പർ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഇങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചത്. എൻട്രി ഞാൻ ഓർമ്മിക്കുന്നത് ഞാൻ സോഷ്യൽ മീഡിയയോ മറ്റോ വഴിയാണ് എൻട്രിയെ കുറിച്ച് അറിയുന്നത്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ചില വീഡിയോസ് കണ്ടു നോക്കി. അപ്പോൾ എനിക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എൻട്രി സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ എൻട്രിയിൽ വീഡിയോ പലതും ബേസിക് ലെവൽ മുതൽ നമുക്ക് പഠിക്കാൻ പറ്റും. എല്ലാ വിഷയവും നമുക്ക് ഈസി ആവണമെന്നില്ല, ചില വിഷയങ്ങൾ ടഫായിരിക്കും. അപ്പോൾ അതിന് പ്രധാന കാരണം ബേസ് ഇല്ലാത്തതാവും. അപ്പം ബേസിക് ലെവൽ മുതൽ പഠിക്കാൻ പറ്റി. മാത്രമല്ല എൻട്രിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻ സീരീസുകളുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ സീരീസെല്ലാം വർക്കൗട്ട് ചെയ്തിരുന്നു. പിന്നെ എൻട്രിയുടെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ റാങ്ക് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ആ റാങ്കിങ്ങിലൂടെ എനിക്ക് മനസ്സിലായത് നമ്മുടെ പൊസിഷൻ എവിടെയാണ്, നമുക്ക് ഇനി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, ഇപ്പോൾ ഇത്രയും കൂടെ കിട്ടിയാൽ നമുക്ക് ഒരു ടോപ്പ് 10-ലോ അങ്ങനെ ഒരു ലെവലിൽ എത്താൻ പറ്റും. അങ്ങനെയുള്ള അതുകൊണ്ടായി റാങ്കിങ് മെത്തേഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് എൻട്രിയുടെ. അപ്പം അത് ഞാൻ പ്രയോജനപ്പെടുത്തിയായിരുന്നു. അപ്പം ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞാലും അടുത്തതിന് മേടിക്കാൻ വേണ്ടി എന്തെല്ലാം തെറ്റുകൾ വന്നു ആ കാര്യങ്ങളെല്ലാം മേക്കപ്പ് ചെയ്ത് അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ അത് സഹായമായി. എൻട്രിയിലെ ക്ലാസ്സുകളെല്ലാം വളരെ മികവുറ്റതായിരുന്നു. കാരണം ബേസിക് ലെവൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ലെവൽ മുതലുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. കൂടാതെ പല ഡീപ്പായിട്ട് പഠിപ്പിക്കുന്ന, അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു ഉണ്ടായിരുന്നു. നമ്മുടെ സിലബസിനെ ബേസ് ചെയ്ത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഒരുപാട് വൈഡായിട്ടും പഠിപ്പിക്കില്ല, എന്നാൽ വളരെ കുറച്ച് മാത്രം, അങ്ങനെയല്ല. ആവശ്യമായ ലെവലിൽ നമ്മുടെ സിലബസിൽ മുന്നിൽ തന്നെയുള്ള ക്ലാസ്സുകളായിരുന്നു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും നോൺ കോർ സബ്ജക്റ്റുകളും വളരെ നല്ല ക്ലാസ്സാണ്. അപ്പോൾ ബേസിക് സിവിലൊക്കെ പോലുള്ള ക്ലാസ്സുകൾ നമ്മുടെ പോളി എക്സാമിനൊക്കെ വേണ്ടി വന്നിരുന്നു. അത് വളരെ നന്നായിരുന്നു. ഞാൻ ടെക്നിക്കൽ എക്സാമിലേക്ക് കടന്നു വരാനുള്ള പ്രധാന കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്.
ഇലക്ട്രിക്കൽ സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം. ആദ്യം മെക്കാനിക്കലും ഇഷ്ടമായിരുന്നു, അപ്പോൾ ഇലക്ട്രിക്കൽ കിട്ടി, CET പഠിക്കാനൊരു ചാൻസ് കിട്ടി, അപ്പം ഇലക്ട്രിക്കൽ സബ്ജക്റ്റും ഇഷ്ടമായിരുന്നു. അപ്പം ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് പോകണം എന്നതായിരുന്നു എൻ്റെ താല്പര്യം. ഞാൻ റെയിൽവേയിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു, പക്ഷേ അത് മെക്കാനിക്കൽ ഫീൽഡിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാറി ഇലക്ട്രിക്കൽ ഫീൽഡിലേക്ക് വരണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട എക്സാംസ് പ്രിപ്പയർ ചെയ്തത്. ഇപ്പം ടെക്നിക്കലാകുമ്പോൾ നമ്മൾ പഠിച്ച് വന്ന അതേ സബ്ജക്റ്റ് തന്നെയാണ് വീണ്ടും എക്സാമിനും വരുന്നത്. അപ്പോൾ നോൺ ടെക്നിക്കലാകുമ്പോൾ നമുക്ക് പുതുതായിട്ട് ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകൾ വീണ്ടും ഒന്നും കൂടെ പഠിക്കേണ്ടി വരും. മാത്രമല്ല മാത്സ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സാംസ് കുറച്ചുകൂടെ ഈസിയായി എനിക്ക് തോന്നി. ഡിഗ്രി ലെവൽ എക്സാംസ് ഓൾമോസ്റ്റ് സിലബസ് എല്ലാം സെയിം ആണ്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ PSC നടത്തുന്ന എക്സാമിൽ പാറ്റേണിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ വൺ വേർഡ് ആൻസർ ഒന്നും അല്ല, ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പ്രത്യേകിച്ചും AP പോലെ കോമ്പറ്റീഷൻ കൂടിയ കുറച്ചുകൂടെ ലെവൽ കൂടിയ എക്സാമുകൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് പ്രീവിയസ് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താൽ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്നില്ല. മാത്രമല്ല സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ എന്ന് പറയുമ്പം നമ്മുടെ IESനോ ഗേറ്റിനോ അതേ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു ആൻസർ അറിയുക മാത്രമല്ല, അതിലെ ബാക്കി ഓപ്ഷൻസ് എല്ലാം കൃത്യമായി പഠിച്ചിരിക്കണം. ആ ഓപ്ഷൻസ് തെറ്റായ ഓപ്ഷൻസ് ആയാൽ പോലും അതിനെക്കുറിച്ചും കൃത്യമായൊരു ധാരണ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള എക്സാമുകൾ എഴുതാൻ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. മുന്നേ ഞാൻ ആദ്യമൊക്കെ എഴുതുമ്പോൾ അത്രയും പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ ഒരു ലെവലിലേക്ക് ക്വസ്റ്റ്യൻ്റെ ലെവൽ കൂടുന്നുണ്ട്. ഇപ്പോൾ കണ്ടുവരുന്ന ട്രെൻഡ്. ഇപ്പോൾ ഒരാൾ BTech അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അയാൾ ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത് അയാളുടെ സ്വന്തം നിലപാടാണ്. എങ്കിൽ പോലും നമ്മളൊരു നോൺ ടെക്നിക്കൽ എക്സാമിലേക്ക് പോയാൽ അവിടെ കോമ്പറ്റീഷൻ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കാരണം എല്ലാ ടെക്നിക്കൽ ഡിഗ്രി ഉള്ളവരുണ്ടാവും, അല്ലാതെ ആർട്സ് ആൻഡ് സയൻസ് പഠിച്ചവരുണ്ടാവും. അപ്പോൾ കോമ്പറ്റീഷൻ ലെവൽ കൂടുതലായിരിക്കും. മാത്രമല്ല നമ്മൾ ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങളല്ല അവിടെ വേണ്ടത്. പുതുതായിട്ട് നമുക്ക് ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും അതുപോലുള്ള ഇംഗ്ലീഷും റീസണിങ്ങും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വീണ്ടും നമ്മൾ ഒന്നേന്ന് പഠിക്കണം. എന്നാൽ ടെക്നിക്കൽ ലെവൽ എക്സാംസ് എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ കുറവാണെന്നല്ല പറയുന്നത്, പക്ഷേ അതിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെന്തായാലും ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കേരള PSCയിൽ തന്നെ ഇലക്ട്രിക്കലിനായാൽ KSEB ഉണ്ട്, പോളി ലെക്ചറർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, PWD, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ മെക്കാനിക്കലിനും ഉണ്ട്, MVI പോലുള്ള ഇതുണ്ട്. അപ്പം നമ്മൾ ടെക്നിക്കലിലേക്ക് വന്ന ഒരു പ്രധാന മേന്മ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാൾ പഠിച്ച അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇനിയും പഠിക്കേണ്ടത്. ബേസിക് എല്ലാം അത് തന്നെയാണ്. പിന്നെ കുറേ ടൈം മാനേജ്മെൻറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ എളുപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തരും പേഴ്സണൽ ചോയ്സാണ്, അത് ശരിയാണ്. എങ്കിലും ഒരു നോൺ ടെക്നിക്കൽ എക്സാമിനേക്കാളും ഒരു ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഏറ്റവും നല്ലത് ടെക്നിക്കൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതാണ് ഈസി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ധാരാളം കുട്ടികൾ ഇപ്പോൾ പാസ് ഔട്ടായവരും മുന്നേ പാസ് ഔട്ടായവരെല്ലാം പുതിയ ടെക്നിക്കൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. കീപ് പ്രിപ്പയറിങ്, അതാണ് ഞാൻ പറയുന്നത്. കാരണം ആ ഒരു ടച്ച് വിട്ട് പോകരുത്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. എക്സാം എന്തായാലും ഒരു 5-6 വർഷത്തെ ഗ്യാപ്പിൽ ഇതുപോലെ വീണ്ടും എക്സാമുകളല്ല, മിക്കവാറും എല്ലാം ടെക്നിക്കൽ എക്സാംസ് എല്ലാം ഒരേ ടൈമിലാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കേരള PSC ടെക്നിക്കൽ എക്സാം, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തവണ പഠിച്ചാൽ നമുക്കൊരു കുറച്ച് എക്സാമുകൾ എഴുതാം, ഏതെങ്കിലും ഒന്ന് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും ചാൻസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ എക്സാമിന് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു 2027 ആ ടൈമിലേക്ക് ഏകദേശം വീണ്ടും അടുത്ത എക്സാമിന് വേണ്ടി വിളിക്കും. അപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഷുവറായിട്ടും ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും എൻ്റെ ആശംസ.